ഇനി നമ്മൾ ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായ ടോർക്ക് എന്ന ഒരു ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. ടോർക്കിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റൊട്ടേഷൻ മോഷനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പുതുതായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ടോർക്ക്. ഗ്രീക്ക് ലെറ്റർ ടോ ഉപയോഗിച്ചുകൊണ്ടാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്, ടോ. അപ്പോൾ എന്താണ് ടോർക്ക്? പുതുതായിട്ട് ഇറങ്ങുന്ന കാറുകളിൽ ഒരു വണ്ടി മൂവ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ടോർക്ക് ഉണ്ട് എന്ന് കൂടെ അവിടെ എഴുതി കാണിക്കുന്നുണ്ട്, ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. മുമ്പ് കാലങ്ങളിൽ കാർ എത്ര സ്പീഡിലാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്, എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു, കാറിൻ്റെ എത്രത്തോളം ഇന്ധനം അത് ഫ്യൂവൽ ബാക്കിയുണ്ട്, ഇതൊക്കെ കാണിക്കുന്ന ഡിസ്പ്ലേ ഭാഗങ്ങളുണ്ടായിരുന്നു. പുതുതായിട്ട് വരുന്ന പല കാറുകളിലും ടോർക്ക് കൂടെ എഴുതി കാണിക്കുന്നുണ്ട്. റൊട്ടേഷണൽ മോഷനുമായി ബന്ധപ്പെട്ട ക്വാണ്ടിറ്റിയാണ് ടോർക്ക് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ടോർക്ക്? ടോർക്ക് ഇസ് എ ടേണിംഗ് എഫക്റ്റ് ഡ്യൂ ടു ആൻ അപ്ലൈഡ് ഫോഴ്സ്. ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒബ്ജക്റ്റിന് ടേണിംഗ് എഫക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്കവിടെ ടോർക്ക് ഉണ്ട് എന്ന് പറയാം. സാധാരണഗതിയിൽ നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ ഡോറിന് ഒരു ടേണിംഗ് എഫക്റ്റ് ഉണ്ടാവുന്നുണ്ട്. ഒരു ഭാഗം ഫിക്സ് ചെയ്തിട്ടാണ് ഡോർ നമ്മൾ വെക്കുന്നത്. എപ്പോഴും ആക്സിസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഹിഞ്ചസ് ഉപയോഗിച്ചുകൊണ്ട്, ഹിഞ്ചസ് സ്ക്രൂ ചെയ്തുകൊണ്ടാണ് ഡോറ് ഫിക്സ് ചെയ്യുന്നത്. അങ്ങനെ ആക്സിസ് ഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഡോറിൻ്റെ ഹാൻഡിൽ ഭാഗത്ത് ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് ഫിക്സ് ചെയ്തിട്ട് ഹിഞ്ചസ് ഉപയോഗിച്ച് ഫിക്സ് ചെയ്തിട്ട് മറ്റേ ഹാൻഡിൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ റൊട്ടേഷൻ ഉണ്ടാകുന്നു. നമുക്കറിയാം, നമ്മൾ ഡോറ് റൊട്ടേഷനാണ് സംഭവിക്കുന്നത്. സാധാരണ ഡോറ് 90 ഡിഗ്രിയിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യാറുണ്ട്. മാക്സിമം വന്നാൽ 180 വരെ ഡോർ റൊട്ടേറ്റ് ചെയ്ത് വെക്കും. ഇത് ഒരു ഡോറാണെന്ന് സങ്കല്പിക്കുക. ഈ ഡോറ് ഈ രീതിയിലാണ് ഡോറുള്ളതെങ്കിൽ ഇവിടെ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഹിഞ്ചസ് ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ഇവിടെ ഹാൻഡിൽ, അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ 90 ഡിഗ്രി റൊട്ടേഷനാണ് ഡോറിന് സംഭവിച്ചിരിക്കുന്നത്. ഇനി മാക്സിമം ചിലപ്പോൾ ഈ ചുമരുമായിട്ട് തട്ടുന്ന രീതി തുറക്കുകയാണെങ്കിൽ ഈ രീതി തുറക്കാം. എന്തായാലും ഇത് റൊട്ടേഷണൽ മോഷനാണ് ഡോറിന് സംഭവിക്കുന്നത്. ഇവിടെ ടോർക്കുണ്ട്. കാരണം അപ്ലൈഡ് ഫോഴ്സ് കാരണം ഒരു ഒബ്ജക്റ്റിന് ടേണിംഗ് എഫക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ ഇതിന് ടേണിംഗ് എഫക്റ്റ് ആണുള്ളത്. അപ്പോൾ ഇത് ഒരു ടോർക്ക് ഉണ്ട്. ആ സ്ഥാനത്ത് നിലത്ത് വെച്ചിരിക്കുന്ന ഈ ഡോർ ഈ രീതിയിൽ ഞാൻ തട്ടിയാൽ ഇവിടെ ടേണിംഗ് എഫക്റ്റ് ഇല്ല, ഒരു ടോർക്കില്ല. അപ്ലൈ ചെയ്ത ഫോഴ്സ് കാരണം ടേണിംഗ് എഫക്റ്റ് ഉണ്ടെങ്കിൽ അവിടെ ടോർക്ക് ഉണ്ട്. അപ്പോൾ ഫോഴ്സ് ഉണ്ടെങ്കിലേ ടോർക്ക് ഉണ്ടാവുള്ളൂ. പക്ഷേ ഫോഴ്സ് ഉള്ളപ്പോഴൊക്കെ ടോർക്ക് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അപ്ലൈഡ് ഫോഴ്സ് കാരണം ടേണിംഗ് എഫക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ ടോർക്കുണ്ട്. നമ്മുടെ ഫാനിൻ്റെ ലീവ്സ് കറങ്ങുമ്പോഴും, വണ്ടിയുടെ വീല് കറങ്ങുമ്പോഴും, വണ്ടിയുടെ എഞ്ചിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് കറങ്ങുമ്പോഴും, നമ്മൾ സ്റ്റിയറിംഗ് പിടിച്ച് തിരിക്കുമ്പോഴൊക്കെ ടോർക്കുണ്ട്. ബിക്കോസ് ടേണിംഗ് എഫക്റ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്ലൈഡ് ഫോഴ്സ് കാരണം ടേണിംഗ് എഫക്റ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ടോർക്കുണ്ട്. നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻസിൽ നമ്മൾ ടോർക്ക് യൂസ് ചെയ്യുന്നുണ്ട്. എനിവേ, അപ്പോൾ ടോർക്ക് എന്താണെന്ന് മനസ്സിലായി. ഒരു ഭാഗം ഫിക്സ് ചെയ്തിട്ട് മറ്റൊരു ഭാഗത്ത് ഫോഴ്സ് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ രണ്ട് ഭാഗത്ത് കപ്പിൾ ഓഫ് ഫോഴ്സസ് കൊടുക്കുമ്പോഴോ ടോർക്ക് ഉണ്ടാകും. അപ്പോൾ ടോർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് ഇനി നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇത് ഒരു ഡോറാണെന്ന് സങ്കല്പിക്കാം. ഞാൻ നേരത്തെ കാണിച്ച പോലെ ഇതുപോലൊരു ഡോറാണെന്ന് സങ്കല്പിക്കാം. ഈ ഡോറിൻ്റെ ആക്സസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഡോറിലേക്ക് ഫോഴ്സ് കൊടുക്കുന്നു. ഇപ്പോൾ ഈ രീതിയിലാണ് ഫോഴ്സ് കാണിച്ചിരിക്കുന്നത്. എനിവേ, ഫോഴ്സ് എന്ന വെക്ടറിനെ അവിടെ കാണാം. പിന്നെ ഇവിടെ ഒരു യൂണിറ്റ് വെക്ടർ R എന്ന് മാർക്ക് ചെയ്താൽ കാണാം. അതെന്താണെന്ന് പറഞ്ഞാൽ ഈ ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്ന് ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഈ പോയിന്റിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്തത്. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് R. ഫോർ എക്സാമ്പിൾ, ഈ കേസിൽ ഇവിടെയാണ് നമ്മൾ ഹിഞ്ചസ് ഉപയോഗിച്ച് ഫിക്സ് ചെയ്യുന്നത്. ഇവിടെയാണ് ഡോറിൻ്റെ ഹാൻഡിൽ ഫിക്സ് ചെയ്തതെങ്കിൽ ഇവിടെയാണ് ഫോഴ്സ് കൊടുക്കുക. അപ്പോൾ ഈ ആക്സിസിൽ നിന്ന് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് R എന്നവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഡോറിൻ്റെ ഹാൻഡിൽ ഇവിടെയാണുള്ളതെങ്കിൽ ഈ ഹിഞ്ചസ് ഉപയോഗിച്ച് ഡോറ് ഫിക്സ് ചെയ്ത ഈ ആക്സിസിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ദൂരമാണ് R. അപ്പോൾ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് R കാണാം. അപ്പോൾ ഇതാണ് Rൻ്റെ ഡയറക്ഷൻ. ഇനി ഫോഴ്സ് കൊടുക്കുന്നത് സാധാരണഗതിയിൽ മാക്സിമം ടോർക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ഈ രീതിയിലാണ് കൊടുക്കുന്നത്. പക്ഷേ ചില കേസിലെങ്കിൽ ഇങ്ങനെ ചെരിഞ്ഞിട്ടൊക്കെ ഫോഴ്സ് കൊടുക്കാം. ഡോർ ഓപ്പൺ ചെയ്യുന്ന കേസ് മാത്രമല്ല, നമ്മുടെ ലൈഫുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും നമ്മൾ ഈ ഫോഴ്സ് കൊടുക്കുമ്പോൾ, റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ഫോഴ്സ് കൊടുക്കുമ്പോൾ ചില കേസുകളിൽ ഇങ്ങനെ നേരെ കൊടുക്കാം, ചില കേസിൽ ഇങ്ങനെ കൊടുക്കാം. ഇനി ഞാൻ ഇങ്ങനെയാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആറും എഫും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? R ഡയറക്ഷൻ ഇതാണ്. ഇങ്ങനെയാണ് ഡോർ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ കേസിൽ ആറും എഫും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. ബിക്കോസ് ഫോഴ്സ് ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, R ഇങ്ങനെയാണ്. ചില കേസിൽ അത് ഇങ്ങനെയാകാം, ഈ ചിത്രത്തിൽ കാണിച്ചതുപോലെ ഇങ്ങനെയാകാം. ഇങ്ങനെ വെച്ച ഡോറ് ഓപ്പൺ ചെയ്യാൻ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫോഴ്സ് കൊടുക്കുന്നു.
അപ്പോൾ ഇതാണ് ആംഗിൾ, ആറും എഫും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ എന്ന് മാർക്ക് ചെയ്യുന്നത്. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇതും തീറ്റ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ എന്താണ് ടോർക്കിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുന്നത്? ടോർക്ക് ഈസ് പ്രോഡക്റ്റ് ഓഫ് എഫ് ആൻഡ് ആർ പെർപെൻഡിക്കുലർ. ടോർക്ക് ഈസ് പ്രോഡക്റ്റ് ഓഫ് എഫ് ആൻഡ് ആർ പെർപെൻഡിക്കുലർ. എഫിൻ്റെയും ആർ പെർപെൻഡിക്കുലറിൻ്റെയും പ്രോഡക്റ്റാണ് ടോർക്ക്. എഫ് എന്താണ്? നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് ആണ് എഫ്. എന്താണ് ആർ പെർപെൻഡിക്കുലർ? ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻ ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആൻഡ് the axis of rotation, the line drawn from the axis of rotation. ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷനിലേക്ക് ആക്സിസിൽ നിന്ന് നമ്മൾ എടുക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇപ്പോൾ ഈ കേസിൽ ലൈൻ ഓഫ് ഫോഴ്സ് ഇങ്ങനെയാണ് പോകുന്നത്, അപ്പോൾ ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അതേ സ്ഥാനത്ത് ഡോർ നേരെ ഓപ്പൺ ചെയ്യുമ്പോൾ, ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പം ഇതാണ് ലൈൻ ഓഫ് ഫോഴ്സ്. അപ്പോൾ ഈ ആറ് തന്നെ ആയിരിക്കും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ബിക്കോസ് ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഈ ഡയറക്ഷനിലേക്കാണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് തന്നെ ഫോഴ്സിൻ്റെ ഡയറക്ഷനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. പക്ഷേ ഞാൻ ഫോഴ്സ് ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇതാണ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ, ഇതാണ് ഫോഴ്സിൻ്റെ ലൈൻ. അപ്പോൾ ഈ വരച്ചിരിക്കുന്ന ആറ് എൻ്റെ ഈ കൈക്ക് പെർപെൻഡിക്കുലർ ആണോ? അല്ല. ഏതാണ് പെർപെൻഡിക്കുലർ? ഇതാണ് പെർപെൻഡിക്കുലർ. നോക്കൂ, ഇങ്ങനെ എൻ്റെ കൈ അഥവാ എഫിൻ്റെ ഡയറക്ഷൻ ഇതാണെങ്കിൽ ആ എഫിൻ്റെ ഡയറക്ഷനിലേക്ക് ആക്സിസിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതായിരിക്കും. അതാണ് ചിത്രത്തിൽ ആർ പെർപെൻഡിക്കുലർ എന്ന് കാണിച്ചിരിക്കുന്നത്. നോക്കൂ, ഇതാണ് ആറ്, ഇതാണ് എഫ്, അപ്പോൾ ഇതായിരിക്കും ആർ പെർപെൻഡിക്കുലർ. വാട്ട് ഈസ് ആർ പെർപെൻഡിക്കുലർ? ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ടു ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഫ്രം ദി ആക്സിസ്. അപ്പോൾ അതാണ് ചിത്രത്തിലെ ആർ പെർപെൻഡിക്കുലർ. ഇനി ആ ചിത്രത്തിൽ നോക്കിയാൽ, ഈ ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് ആർ പെർപെൻഡിക്കുലർ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് ആർ പെർപെൻഡിക്കുലർ? ആ പെർപെൻഡിക്കുലർ കാണാൻ വേണ്ടിയിട്ട് ആ ട്രയാങ്കിളിൽ നമ്മൾ സൈൻ തീറ്റ എടുത്താൽ, എന്താണ് സൈൻ തീറ്റ? സൈൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് അല്ലേ? ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? ആർ പെർപെൻഡിക്കുലർ. ഈ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടനസ് ആറാണ്. അപ്പോൾ ആർ പെർപെൻഡിക്കുലർ നമുക്ക് എന്താണെന്ന് ലഭിക്കും? ആർ സൈൻ തീറ്റ. ആർ പെർപെൻഡിക്കുലർ ആർ സൈൻ തീറ്റയാണ്. അപ്പോൾ ഇവിടെ ആദ്യം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എഫിൻ്റെയും ആർ പെർപെൻഡിക്കുലറിൻ്റെയും പ്രോഡക്റ്റ് ആണല്ലോ ടോർക്ക്. അങ്ങനെയാണെങ്കിൽ ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? ടോർക്ക് ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ ഇൻറ്റു എഫ്, അല്ലെങ്കിൽ ആർ എഫ് സൈൻ തീറ്റ, അഥവാ ഇൻ വെക്റ്റർ ഫോം ടോർക്ക് ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. എന്തുകൊണ്ടാണ്? നമുക്കറിയാം എ ക്രോസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് ആണല്ലോ എ ബി സൈൻ തീറ്റ. എ ക്രോസ് ബിയുടെ മാഗ്നിറ്റ്യൂഡാണ് എ ബി സൈൻ തീറ്റ. അതുകൊണ്ട് തന്നെ ഇവിടെ ആർ എഫ് സൈൻ തീറ്റയെ നമുക്ക് ആർ ക്രോസ് എഫ് എന്ന് എഴുതാം, ബിക്കോസ് തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ആർ ആൻഡ് എഫ്. നമുക്ക് എ ക്രോസ് ബി എ ബി സൈൻ തീറ്റ എന്ന് എപ്പോഴാണ് എഴുതാൻ പറ്റുക? തീറ്റ എ എന്ന വെക്ടറും ബി എന്ന വെക്ടറും തമ്മിലുള്ള ആംഗിൾ ആവുമ്പോഴാണ്. എയും ബിയും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ എങ്കിൽ എ ക്രോസ് ബി ഈസ് എ ബി സൈൻ തീറ്റ. ഇവിടെ ആറും എഫും തമ്മിലുള്ള ആംഗിൾ ആണോ തീറ്റ? ആണ്. ഇതാണല്ലോ എഫ്, ഇതാണല്ലോ ആറ്. അപ്പോൾ ആറും എഫും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. അപ്പോൾ നമുക്ക് ആർ ക്രോസ് എഫിന് നമുക്ക് ആർ എഫ് സൈൻ തീറ്റ എന്ന് എഴുതാം, അല്ലെങ്കിൽ ആർ എഫ് സൈൻ തീറ്റയെ ആർ ക്രോസ് എഫ് എന്ന് എഴുതാം. ഇതാണ് ടോർക്കിൻ്റെ ഇക്വേഷൻ. എന്താണ് ടോർക്കിൻ്റെ ഇക്വേഷൻ? ആർ ക്രോസ് എഫ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താ? ആർ എഫ് സൈൻ തീറ്റ. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് എ ക്രോസ് ബി എ ബി സൈൻ തീറ്റ ആണല്ലോ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം എന്താ? ടോർക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് 3 ഫാക്ടേഴ്സാണ്. ഏതൊക്കെയാണ് 3 ഫാക്ടേഴ്സ്? ടോർക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ്. ഒന്ന് ആർ, മറ്റൊന്ന് എഫ്, മറ്റൊന്ന് തീറ്റ. ടോർക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ആർ, എഫ് ആൻഡ് തീറ്റ. അത് വളരെ സിമ്പിളായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ടോർക്ക് ഉണ്ടെങ്കിൽ ടേണിംഗ് എഫക്റ്റ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ടേണിംഗ് എഫക്റ്റ് ഉണ്ടാകണമെങ്കിൽ ഫോഴ്സ് വേണം. ടേണിംഗ് എഫക്റ്റ് അഥവാ ടോർക്ക് ഉണ്ടാകണമെങ്കിൽ ഫോഴ്സ് വേണം. അത് ഉറപ്പല്ലേ? ഈ ഡോറിന് ടേണിംഗ് എഫക്റ്റ് ഉണ്ടാകണമെങ്കിൽ, ഈ ഡോർ തുറക്കണമെങ്കിൽ ഫോഴ്സ് വേണം.
ഫോഴ്സ് കൂടുമ്പോൾ നല്ല ടോർക്ക് ഉണ്ടാവും, പെട്ടെന്ന് തുറക്കാൻ പറ്റും. ടോർക്ക് കുറവാണെങ്കിൽ, ഒരു ഉറുമ്പൊക്കെയാണ് ഡോറിൻ്റെ മുകളിൽ ഫോഴ്സ് അപ്ലൈ ചെയ്തെങ്കിൽ ഡോർ തുറക്കാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ ഫോഴ്സ് കുറയുമ്പോൾ ടോർക്ക് കുറയും. ഫോഴ്സ് വളരെ കുറവാണെങ്കിൽ ടോർക്ക് വളരെ കുറവായിരിക്കും. ഫോഴ്സ് കൂടുതലാണെങ്കിൽ ടോർക്ക് ടേണിംഗ് എഫക്റ്റ് കൂടും. അപ്പോൾ ഒരു ഫാക്ടർ എഫ് ആണ്. അത് വളരെ സിമ്പിളാണ്, കാരണം ഫോഴ്സ് ഉണ്ടെങ്കിലേ ടോർക്ക് ഉണ്ടാവുള്ളൂ. വളരെ സിമ്പിളാണ്. ഇനി എന്താണ് ആറിൻ്റെ ഇമ്പോർട്ടൻസ്? നിങ്ങൾ നോക്കൂ, ആറ് എന്താണ്? ഞാൻ നേരത്തെ ഇവിടെ വരച്ച് കാണിച്ചിരുന്നു. ഇതാണ് ആറ്. ഈ ആറ് കുറയുന്ന സമയത്ത് ടോർക്ക് കുറയുമെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണല്ലോ എപ്പോഴും ഡോറിൻ്റെ ഹാൻഡിൽ പരമാവധി എൻഡിലല്ലേ ഫിക്സ് ചെയ്യുന്നത്. ഏതെങ്കിലും കേസിൽ ഒരു ഡോറിൻ്റെ മിഡിലിൽ നിങ്ങൾ ഹാൻഡിൽ ഫിക്സ് ചെയ്ത് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാണ്? ആറ് മാക്സിമം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്. ആറ് കൂടുമ്പോൾ ടോർക്ക് കൂടുമെന്ന് ഈ ഇക്വേഷൻ കണ്ടാൽ അറിയാം. അപ്പോൾ ആറ് കൂടുമ്പോൾ ടോർക്ക് കൂടും, ബിക്കോസ് ടോർക്കിൻ്റെ ഇക്വേഷൻ ആർ എഫ് സൈൻ തീറ്റയാണ്. എഫ് കൂടുമ്പോഴും ടോർക്ക് കൂടും. മൂന്നാമത്തെ പോയിന്റ് തീറ്റ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൈൻ തീറ്റ ടോർക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. സൈൻ തീറ്റ കൂടുമ്പോൾ ടോർക്ക് കൂടും. അപ്പോൾ ടോർക്ക് എപ്പോഴാണ് മാക്സിമം ഉണ്ടാവുക? തീറ്റ 90 ആവുമ്പോൾ. കാരണം തീറ്റ ആവുമ്പോഴാണല്ലോ സൈൻ തീറ്റയ്ക്ക് മാക്സിമം വാല്യൂ. ഇഫ് തീറ്റ ഈസ് 90 ഡിഗ്രി, സൈൻ 90 എത്രയാണ്? 1 ആണ്. അപ്പോൾ ടോർക്ക് എന്താണ്? ആർ ഇൻറ്റു എഫ്. കാരണം ആർ എഫ് സൈൻ തീറ്റയിൽ സൈൻ 90 1 ആയാൽ ആർ എഫ് അഥവാ അതാണ് മാക്സിമം ടോർക്ക്. അത് ശരിയല്ലേ? ആണല്ലോ. നമ്മളൊക്കെ എപ്പോഴും ഡോറ് തുറക്കുന്നത് എങ്ങനെയാണ്? നമ്മളെപ്പോഴും ഡോറ് തുറക്കുന്നത് ഈ രീതിയിലല്ലേ? ടോർക്ക് ആംഗിൾ 90 ഡിഗ്രി ആവുന്ന രീതിയിലല്ലേ? എപ്പോഴെങ്കിലും ആംഗിൾ കുറച്ചിട്ട് ഈ രീതിയിൽ ഡോർ തുറക്കാൻ ശ്രമിക്കാറുണ്ടോ? ഇല്ല. എപ്പോഴും മാക്സിമം ടോർക്ക് കിട്ടാൻ വേണ്ടി 90 ഡിഗ്രിയിൽ തന്നെയാണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുക. ഇത് ആറും എഫും, ഇതാണ് ആറ്, ഇതാണ് എഫ്. ആറും എഫും തമ്മിലുള്ള ആംഗിൾ 90 ആവുമ്പോൾ സൈൻ 91 ആണ്, ടോർക്ക് മാക്സിമം ആണ്. അപ്പോൾ മാക്സിമം ടോർക്ക് നമുക്ക് കിട്ടുക തീറ്റ 90 ആവുമ്പോഴാണ്. തീറ്റ 0 ഡിഗ്രി ആണെങ്കിൽ എന്താണ് അവസ്ഥ? ഇത് തീറ്റ 90 ഡിഗ്രി ആവുന്ന കേസ് അല്ലേ? ഇഫ് തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി എന്താണ് അവസ്ഥ? തീറ്റ 0 ആണെങ്കിൽ നമുക്കറിയാം സൈൻ 0 എത്രയാണ്? 0 ആണ്. അപ്പോൾ ടോർക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും. ടോർക്ക് 0 ആയിരിക്കും. ശരിയല്ലേ? ആണ്. എന്തുകൊണ്ടാണ്? നിങ്ങൾ നോക്കൂ, ആറിൻ്റെ അതേ ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുക്കുമ്പോഴല്ലേ തീറ്റ 0 ആവുക? ഇതാണല്ലോ ആറ്, ഇങ്ങോട്ടാണ് ആറ്. ഫോഴ്സും ഇങ്ങോട്ട് കൊടുത്താൽ ആലോചിച്ച് നോക്കൂ, ആരെങ്കിലും ഈ രീതിയിൽ ഡോറ് തുറക്കാറുണ്ടോ? ഇവിടെ ഹിഞ്ചസ് ഫിക്സ് ചെയ്ത ഒരു ഡോറ് ഈ രീതിയിൽ ഹിഞ്ചസ് ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്ലൈഡിങ് ഡോറല്ല, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡോർ എപ്പോഴെങ്കിലും ഈ രീതിയിൽ ഫോഴ്സ് കൊടുത്താൽ തുറക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ അറിയോ? ആറും എഫും തമ്മിലുള്ള ആംഗിൾ 0 ആണ്. അപ്പോൾ ടോർക്ക് എത്രയായിരിക്കും? 0 ആയിരിക്കും. ടോർക്ക് 0 ആണെങ്കിൽ ഡോർ ഓപ്പൺ ചെയ്യാൻ കഴിയുമോ? ഇല്ല. ടോർക്ക് 0 ആണ്, ഡോർ ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആറും എഫും തമ്മിലുള്ള ആംഗിൾ 0 ആണെങ്കിൽ ടോർക്ക് 0 ആയിരിക്കും. നെക്സ്റ്റ് 180യുടെ കേസും അത് തന്നെയല്ലേ? അപ്പോൾ 0 or 180 എന്താണ്? സൈൻ തീറ്റ 0 ആണ്. സൈൻ തീറ്റ 0 ആണ്. അപ്പോൾ ടോർക്ക് 180 എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, ആറ് അങ്ങോട്ടും എഫ് ഇങ്ങോട്ടും, അപ്പോൾ ആംഗിൾ 180. ആ കേസിലും ഡോർ തുറക്കാൻ പറ്റില്ല. അപ്പോൾ വളരെ കൃത്യമാണ്. തീറ്റ 90 ആവുമ്പോൾ ടോർക്ക് മാക്സിമം ആണ്. എളുപ്പത്തിൽ നമുക്ക് ഡോറ് തുറക്കാം. ഡോറ് തുറക്കുന്ന ഒരു എക്സാമ്പിളാണ്. മറ്റെല്ലാ കേസിലും വണ്ടിയുടെ വീലായാലും ഫാനായാലും ഏത് കേസായാലും ടോർക്ക് മാക്സിമം ആയിരിക്കും. അപ്പോൾ ഇഫ് തീറ്റ ഈസ് 90 ഡിഗ്രി ടോർക്ക് ഇസ് മാക്സിമം. ഇഫ് തീറ്റ ഈസ് 0 ഡിഗ്രി ഓ 180 ഡിഗ്രി ടോർക്ക് ഇസ് 0. തീറ്റയുടെ വാല്യൂ മാറുന്നതിനനുസരിച്ച് ടോർക്കിൻ്റെ വാല്യൂ മാറും. ടോർക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ്. ഒന്ന് ആർ എന്ന് പറഞ്ഞാൽ ആക്സ് ഓഫ് റൊട്ടേഷനിൽ നിന്ന് ഫോഴ്സ് കൊടുക്കുന്ന പോയിന്റിലേക്കുള്ള ദൂരമാണ്. മറ്റൊന്ന് എഫ് ആണ്, മറ്റൊന്ന് തീറ്റയാണ്. അപ്പോൾ ടോർക്കിൻ്റെ ഇക്വേഷൻ, മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആർ എഫ് സൈൻ തീറ്റ, അതിൻ്റെ വെക്റ്റർ ഫോം ആർ ക്രോസ് എഫ്. തീറ്റ ഡിപ്പെൻഡൻസി നമ്മൾ പഠിച്ചു. Torque is the product of force and perpendicular distance, and torque is the turning effect due to applied force. ടോർക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ പല കേസുകളിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു സ്പാനർ ഉപയോഗിച്ച് വീല് നമ്മൾ അഴിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കൂ, ടോർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ആറ് അവിടെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ലോറിയുടെ വീല് അഴിക്കാൻ വേണ്ടിയിട്ട് വലിയ സ്പാനർ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും വലിയ സ്പാനർ ഉപയോഗിക്കുന്നത്? ചെറിയ സ്പാനർ ഉപയോഗിച്ചാൽ ആറ് കുറവായിരിക്കും. ഇപ്പം ഒരു വീൽ നട്ട് അഴിക്കാൻ വേണ്ടിയിട്ട് സാധാരണ വലിയ വെഹിക്കിൾസ് ആണെങ്കിൽ, ഹെവി വെഹിക്കിൾസ് ആണെങ്കിൽ ഈ രീതിയിൽ ഒരു ജാക്ക് ലിവറിൻ്റെ കൂടെയുള്ള പോലത്തെ ഒരു സ്പാനറാണ് ഉപയോഗിക്കുക. ഇത്രയും ലെങ്ത്തുള്ള സ്പാനർ. എന്താണ് കാരണം? ഈ നട്ട് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയാണെന്ത് ആക്സിസ് ഓഫ് റൊട്ടേഷൻ.
അപ്പോൾ ഇവിടെ ഫോഴ്സ് കൊടുത്താൽ തീരെ റൊട്ടേഷൻ കിട്ടില്ല. നല്ലോണം ലെങ്ത് ഉണ്ടായിട്ട് മാക്സിമം എൻഡിൽ ഫോഴ്സ് കൊടുത്താൽ നല്ല ടോർക്ക് ലഭിക്കും. ഇവിടെ ഇതിന് പകരം സാധാരണ ഉള്ള ചെറിയ സ്പാനറില്ലേ, ചെറിയ ഈ രീതിയിലുള്ള സ്പാനർ ഉണ്ടല്ലോ, ഈ രീതിയിലുള്ള സ്പാനർ ഉപയോഗിച്ചിട്ട് വലിയ വണ്ടിയുടെ വീൽസ് അഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, അഴിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണെന്നറിയോ? അവിടെ R വളരെ കുറച്ചേ കിട്ടുള്ളൂ, അപ്പോൾ ചെറിയ ടോർക്കേ ലഭിക്കുള്ളൂ. വലിയ സ്പാനർ ഉപയോഗിക്കുമ്പോൾ R മാക്സിമം കിട്ടും, അപ്പോൾ എളുപ്പത്തിൽ നല്ല കൂടുതൽ ടോർക്ക് ഉണ്ടാവും, എളുപ്പത്തിൽ റൊട്ടേറ്റ് ചെയ്യാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ R വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് ടോർക്കിൻ്റെ കേസിൽ. അഥവാ ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ് ടു ദ പോയിന്റ് വെർ ദ ഫോഴ്സസ് അപ്ലൈഡ്, അതാണ് R എന്നതോട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്ന് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്ന പോയിന്റിലേക്കുള്ള ദൂരമാണ് R. ഇത് പ്രാക്ടിക്കൽ ലൈഫിൽ, ഡെയിലി ലൈഫിൽ പല കേസുകളിലും അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ചില എക്സാമ്പിൾസ് കൂടെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ടോർക്കിൻ്റെ SI യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ ആണ്. എന്തുകൊണ്ടാണ്? ടോർക്കിൻ്റെ ഇക്വേഷനിൽ RF ആണുള്ളത്. ആറിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്, ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അപ്പോൾ ടോർക്കിൻ്റെ SI യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ ആണ്. നമുക്കൊരു പ്രോബ്ലം ലഭിക്കുകയാണെങ്കിൽ എ ഫോഴ്സ് ഓഫ് 500 ന്യൂട്ടൺ ഈസ് അപ്ലൈഡ് അറ്റ് എ പോയിന്റ്. എ ഫോഴ്സ് ഓഫ് 500 ന്യൂട്ടൺ ഈസ് അപ്ലൈഡ് അറ്റ് എ പോയിന്റ് അല്ലെങ്കിൽ അറ്റ് എ പൊസിഷൻ with a distance R is equal to 50 centimeter from the axis. അപ്പോൾ എന്താ തന്നിരിക്കുന്നത്? ഫോഴ്സ് ഓഫ് 500 ന്യൂട്ടൺ ഈസ് അപ്ലൈഡ് എ ഡിസ്റ്റൻസ് 50 centimeter ഫ്രം ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? ഒരു ഒബ്ജക്റ്റിൽ എത്ര ഫോഴ്സ് കൊടുത്തു? F എത്ര കൊടുത്തു? ഫോഴ്സ് എത്ര ന്യൂട്ടൺ കൊടുത്തു? 100 ന്യൂട്ടൺ. ഫോഴ്സ് ഇസ് ഈക്വൽ ടു 500 ന്യൂട്ടൺ. ആ സമയത്ത് ആക്സിസിൽ നിന്ന് അവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? R 50 സെൻറ്റിമീറ്റർ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ, ഒരു പ്രോബ്ലം കിട്ടിയാൽ, ടോർക്കാണ് വേണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഡോറിൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. അവിടെ ഫോഴ്സ് കൊടുത്തിരിക്കുന്നത് 500 ന്യൂട്ടൺ. എത്രയാണ് നമ്മുടെ ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ? 50 സെൻറ്റിമീറ്റർ. ആംഗിൾ തന്നിരിക്കുന്നത് 90 ഡിഗ്രിയോ 30 ഡിഗ്രിയോ 60 ഡിഗ്രി എത്രയായാലും നമുക്കിവിടെ ആംഗിൾ തീറ്റ 90 തന്നെ എടുക്കാം. തീറ്റ 90 ഡിഗ്രി എന്ന് തന്നിരിക്കുന്നു എങ്കിൽ ടോർക്ക് എത്രയാണ്? ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ടോർക്ക് കണ്ടുപിടിക്കുന്നത്? ടോർക്ക് ഇസ് ഈക്വൽ ടു RF സൈൻ തീറ്റ. R എത്രയാണ്? RF സൈൻ തീറ്റ. R 50 സെൻറ്റിമീറ്റർ. അപ്പോൾ 50 സെൻറ്റിമീറ്റർ എന്ന് മീറ്ററിലേക്ക് മാറ്റാൻ ഇൻറ്റു 10⁻² വേണം. കാരണം 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണമല്ലോ. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് ഈസ് ഈക്വൽ ടു 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ R ഇൻറ്റു F എത്രയാണ്? 500 ഇൻറ്റു സൈൻ 90. അപ്പോൾ എത്രയാണ്? 50 ഇൻറ്റു 10⁻² ഇൻറ്റു 500നെ നമുക്ക് വേണമെങ്കിൽ 5 ഇൻറ്റു 100 എന്ന് എഴുതാം. ഇൻറ്റു സൈൻ 90 1 ആണ്. ഈ 5 ഇൻറ്റു 100 എന്ന് എഴുതി എന്തിനാന്ന് പറഞ്ഞാൽ 100 എന്ന് പറഞ്ഞാൽ 10⁻² ആണല്ലോ, 10 സ്ക്വയർ ആണല്ലോ 100. ആ 10 സ്ക്വയറും ഈ 10⁻² ക്യാൻസലായി പോകുന്നു. ബാക്കി എന്താ ഉള്ളത്? 250 ആണുള്ളത് അല്ലേ? 5 ഇൻറ്റു 50 250 ന്യൂട്ടൺ മീറ്റർ. അപ്പോൾ ടോർക്ക് 550 ന്യൂട്ടൺ മീറ്റർ ആണ്. ഒരു RF സൈൻ തീറ്റ എന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ടോർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധാരണ ഒരു സിമ്പിൾ എക്സാമ്പിൾ പ്രോബ്ലം ചെയ്തു എന്ന് മാത്രം. ഇനി നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പ്രോബ്ലം ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു സോൾവ്ഡ് എക്സാമ്പിൾ ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 157 എക്സാമ്പിൾ നമ്പർ 7.5. പേജ് നമ്പർ 157 എക്സാമ്പിൾ 7.5 സോൾവ് ചെയ്ത പ്രോബ്ലം ആണ്. അതിൻ്റെ ആൻസർ തന്നെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ എന്നറിയോ? ഫൈൻഡ് ദി ടോർക്ക് ഓഫ് എ ഫോഴ്സ് 7I + 3J - 5K. 7I + 3J - 5K ക്യാപ് എന്ന ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഫൈൻഡ് ദി ടോർക്ക്. എന്താണ്? ഫൈൻഡ് ദി ടോർക്ക് ഓഫ് ഫോഴ്സ് തന്നു 7I ക്യാപ് + 3J ക്യാപ് - 5 ക്യാപ് ഈസ് അപ്ലൈഡ് അറ്റ് എ പോയിന്റ്. അഥവാ R ക്യാപ്പ് R വെക്ടർ തന്നിരിക്കുന്നു. R വെക്ടർ എത്രയാണെന്നറിയോ? അറ്റ് എ പൊസിഷൻ ഹുസ് പൊസിഷൻ വെക്ടർ ഈസ് I ക്യാപ് - J ക്യാപ് + K ക്യാപ്. I ക്യാപ് - J ക്യാപ് + K ക്യാപ്.
നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഡിറ്റർമിനൻറ്റ് മെത്തേഡിൽ ഇതിൻ്റെ ടോർക്ക് കണ്ടുപിടിക്കുകയാണെങ്കിൽ ടോർക്ക് ഈസ് ഈക്വൽ ടു ഐ ജെ കെ ക്യാപ്. നേരത്തെ നമ്മൾ ചെയ്തതായതുകൊണ്ട് പെട്ടെന്ന് ഞാൻ എഴുതുകയാണ് ഐ ജെ കെ ക്യാപ്. ഇനി ബാക്കി എന്താണ്? ആദ്യം നമ്മൾ ഫസ്റ്റ് വെക്ടറിൻ്റെ കോമ്പണൻസ് എഴുതണം. ഏതാണ് ഫസ്റ്റ് വെക്ടർ? ക്വസ്റ്റ്യനിൽ തന്ന ഫസ്റ്റ് വെക്ടർ എഫ് ആണ്, രണ്ടാമത് തന്നത് ആറാണ്. പക്ഷേ നമ്മുടെ ഇക്വേഷനിൽ ടോർക്ക് ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് എന്നതാണ് ഇക്വേഷൻ. ഫസ്റ്റ് വെക്ടർ ഏതാണ്? ആറാണ്. പലപ്പോഴും ഇത് മാറിപ്പോകാറുണ്ട്, അങ്ങനെ മാറാൻ പാടില്ല. ഫസ്റ്റ് വെക്ടറിൻ്റെ കോമ്പണൻസ് അതേതാണ്? ഇതാണ് ഫസ്റ്റ് വെക്ടർ. അപ്പോൾ 1 and -1 1 1 -1 1. സെക്കൻഡ് വെക്ടർ എഫ് ആണ്. എഫിൻ്റെ കോമ്പണൻസ് 7 3 and -5 7 3 -5. ഇനി നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ഡിറ്റർമിനൻറ്റ് മെത്തേഡിൽ നമ്മൾ ഐ ജെ കെ ഇതിനൊക്കെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ നമുക്കിതിൻ്റെ ആൻസറിലേക്ക് എത്താവുന്നതാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ടോർക്ക് ഈസ് ഈക്വൽ ടു ഐ ക്യാപ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഐ ക്യാപ് ഉൾക്കൊള്ളുന്ന റോ കോളം ഒഴിവാക്കിയാൽ -1 ഇൻറ്റു -5. അപ്പോൾ ആൻസർ 5 ആണ്. -1 ഇൻറ്റു 3 അപ്പോൾ 3 j cap into -j cap into 1 into -5 1 into എന്താണ് നമുക്കിനി ജെ ക്യാപ്പിൻ്റെതാണ്. ജെ ക്യാപ്പ് ഉൾക്കൊള്ളുന്ന കോളം ആൻഡ് റോ ഒഴിവാക്കിയാൽ 1 into -5. അപ്പം -5 and then 1 into -5 -5 minus 1 into 7. അപ്പം -1 into 7 അപ്പോൾ 7 പ്ലസ് കെ ക്യാപ്പ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ കെ ക്യാപ്പ് ഉൾക്കൊള്ളുന്ന കോളം ആൻഡ് റോ ഒഴിവാക്കിയാൽ 1 into 3 അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? 3 ആണ്. 3 -7 -1 into 7 -7. അപ്പോൾ നമുക്ക് ആൻസർ ലഭിക്കുന്നത് 5 into 3 5 minus 3 2 I cap. ഇവിടെ -5 -7 -12 minus j, so plus 12j and then 3 -7 10 plus 10 k cap. ഇതാണ് വെക്റ്റർ ടോർക്ക് നമുക്ക് ലഭിക്കുന്നത്, ടോർക്കിൻ്റെ വെക്റ്റർ ഫോമിൽ ലഭിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ടോർക്കിൻ്റെ ആൻസർ കണ്ടുപിടിച്ചിരിക്കുന്നു 2I cap plus 12j cap plus 10k cap. അപ്പോൾ ഇത് വെക്റ്റർ ഫോമിലാണ് ലഭിച്ചിരിക്കുന്നത്. നേരത്തെ നമുക്കൊരു വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്ന രീതി നേരത്തെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ വെക്റ്റർ അഥവാ ഈ കിട്ടിയ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് ടോ ഈസ് ഈക്വൽ ടു √2² പ്ലസ് 12² പ്ലസ് 10² എന്ന രീതിയിൽ, അഥവാ ax² പ്ലസ് by² പ്ലസ് ദെൻ 10² ഈ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുവരെയാണ് നമ്മളിതിൻ്റെ ആൻസർ ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ടോർക്ക് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ടോർക്ക് ഒരു വെക്റ്റർ ഫോമിൽ നമ്മൾ ആൻസർ കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ടോർക്കിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പുതിയ ഭാഗത്ത് ക്രോസ് പ്രോഡക്റ്റ് മുതൽ വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കുന്നു. ആദ്യം രണ്ട് വെക്റ്റേഴ്സിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം, വെക്റ്റർ എ വെക്റ്റർ ബി എന്ന രണ്ട് വെക്റ്റേഴ്സ് തരികയും അത് തമ്മിലുള്ള ആംഗിൾ തീറ്റയുമാണെങ്കിൽ നമുക്ക് എ ക്രോസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള വഴി എ ബി സൈൻ തീറ്റ. അതുപയോഗിച്ചുകൊണ്ടാണ് നമ്മളിന്ന് യൂണിറ്റ് വെക്റ്റേഴ്സിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് ഐ ക്രോസ് ഐ 1 ആണെന്നും ഐ ക്രോസ് ഐ 0 ആണെന്നും ജെ ക്രോസ് ജെ 0 ആണെന്നും കെ ക്രോസ് കെ 0 ആണെന്നൊക്കെ മനസ്സിലാക്കിയത്. എനിവേ നമ്മൾ ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കിയ മറ്റൊരു മെത്തേഡാണ് ഡിറ്റർമിനൻ്റ് മെത്തേഡ്, ഇപ്പം നമ്മൾ ഈ പ്രോബ്ലം ചെയ്തിരിക്കുന്ന മെത്തേഡ്. അതോടൊപ്പം തന്നെ ഈ വെക്റ്ററിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും, വെക്റ്റർ എയുടെയും വെക്റ്റർ ബിയുടെയും ഡയറക്ഷൻ അറിയാമെങ്കിൽ റൈറ്റ് ഹാൻഡ് തം റൂൾ ഉപയോഗിച്ചുകൊണ്ടും സ്ക്രൂ റൂൾ ഉപയോഗിച്ചുകൊണ്ടും റിസൾട്ടൻ്റ് ഡയറക്ഷൻ കാണുന്നത് നമ്മൾ മനസ്സിലാക്കി. ശേഷം നമ്മൾ ടോർക്ക് എന്ന റൊട്ടേഷണൽ മോഷനിലെ അതിപ്രധാനമായ ടോർക്ക് എന്ന പുതിയ ക്വാണ്ടിറ്റിയെക്കുറിച്ച് പഠിച്ചു. ടോർക്ക് ടേണിംഗ് എഫക്റ്റ് ഡ്യൂ ടു ആൻ അപ്ലൈഡ് ഫോഴ്സ്. ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അത് കാരണം ടേണിംഗ് എഫക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ടോർക്ക് ഉണ്ടെന്ന് പറയാം. ടോർക്ക് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആൻഡ് എഫ്, അഥവാ ആർ പെർപെൻഡിക്കുലർ ഇൻറ്റു എഫ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ആർ പെർപെൻഡിക്കുലർ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു. അതെന്താണ്?
ആർ സൈൻ തീറ്റ. അപ്പോൾ ടോർക്കിൻ്റെ ഇക്വേഷൻ ആർ എഫ് സൈൻ തീറ്റ അഥവാ ആർ എഫ് സൈൻ തീറ്റ അഥവാ ആർ ക്രോസ് എഫ് ഇൻ വെക്റ്റർ ഫോം. വെക്റ്റർ ഫോമിൽ ആർ ക്രോസ് എഫ് ആണ്. അപ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ടോർക്ക് കണ്ടുപിടിക്കുന്ന രീതിയും നമ്മളിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ടോർക്ക് ഈ പ്രധാനപ്പെട്ട ഒരു ഭാഗമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഇക്വേഷനും ഡെഫിനേഷനും പ്രോബ്ലംസും ഒക്കെ ചെയ്ത് നോക്കണം. ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലത്തിൻ്റെ പേജ് നമ്പറൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ബോർഡിൽ ചെയ്ത ആ പ്രോബ്ലംസ് അതേപോലെ ടെക്സ്റ്റ് ബുക്കിൽ ആ പേജ് നമ്പറിൽ പോയി നിങ്ങൾ നോക്കണം, ചെയ്ത് നോക്കണം. ടോർക്കിനെ കുറിച്ച് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ റൊട്ടേഷണൽ മോഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ടോർക്കിനെ കുറിച്ച് പഠിച്ചു, ടോർക്കിൻ്റെ ഇക്വേഷൻ മനസ്സിലാക്കി, ടോർക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതേപോലെ ടോർക്ക് നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളിൽ ടോർക്ക് വരുന്ന കേസുകളൊക്കെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ആംഗുലാർ മൊമെൻറ്റം. ആംഗുലാർ മൊമെൻറ്റം നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ എൽ ആണ്. ആംഗുലാർ മൊമെൻറ്റത്തെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ എൽ ആണ്. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റം ഏത് ഒബ്ജക്റ്റിനാണ് ഉണ്ടാകുക? റൊട്ടേഷണൽ മോഷനിലുള്ള ഒബ്ജക്റ്റിന് ആംഗുലാർ മൊമെൻറ്റം ഉണ്ടാകും. ആംഗുലാർ മൊമെൻറ്റം ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ലീനിയർ മൊമെൻറ്റം. റൊട്ടേഷണൽ അനലോഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ലീനിയർ മോഷനിലുള്ള ഒബ്ജക്റ്റിന് ലീനിയർ മൊമെൻറ്റം ഉണ്ടാകും. അപ്പോൾ അതേപോലെ റൊട്ടേഷണൽ മോഷനിലുള്ള ഒബ്ജക്റ്റിന് റൊട്ടേഷണൽ മോഷനിലെ മൊമെൻറ്റമായ ആംഗുലാർ മൊമെൻറ്റം ഉണ്ടാകും. അനലോഗ് എന്ന് പറയുമ്പോൾ അതിന് പകരമായി അതിൻ്റെ സ്ഥാനത്ത് ഇവിടെ ഉള്ളത്, അഥവാ ലീനിയർ മോഷനിൽ ലീനിയർ മൊമെൻറ്റത്തിൻ്റെ സ്ഥാനത്ത് ഇവിടെ റൊട്ടേഷണൽ മോഷനിൽ പകരമുള്ളത് എന്താണ്? ആംഗുലാർ മൊമെൻറ്റം. അപ്പോൾ നമ്മൾ പറയും ആംഗുലാർ മൊമെൻറ്റം ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ലീനിയർ മൊമെൻറ്റം. അതേപോലെ നമുക്ക് പറയാം എന്ത്? ഡിസ്പ്ലേസ്മെൻറ്റിനെ കുറിച്ചും ഫോഴ്സിനെ കുറിച്ച് പറയാം. ഫോഴ്സാണ് ഒരു ഒബ്ജക്റ്റിന് ലീനിയർ മോഷന് കാരണമാകുന്നത്. ഇപ്പോൾ ഈ വസ്തു ലീനിയർ മോഷൻ ഉണ്ടാകണമെങ്കിൽ ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ലീനിയർ മോഷൻ ഉണ്ടാകുന്നത് ഫോഴ്സ് കൊണ്ടാണ്, റൊട്ടേഷൻ മോഷൻ ഉണ്ടാകുന്നതോ ടോർക്ക് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് പറയാം ടോർക്ക് ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ്. കാരണം ലീനിയർ മോഷൻ ഉണ്ടാകാൻ ഫോഴ്സാണ് കാരണമെങ്കിൽ റൊട്ടേഷൻ മോഷൻ ഉണ്ടാകാൻ ടോർക്കാണ് കാരണം. അപ്പോൾ അതേ ഉപയോഗിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ലീനിയർ മൊമെൻറ്റം. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റത്തെ കുറിച്ചാണ് ഇനി പഠിക്കാനുള്ളത്. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റം നേരത്തെ നമ്മൾ ടോർക്കിനെ കുറിച്ച് പഠിച്ച അതേ രീതി തന്നെയാണ്, അതേ ഇക്വേഷൻ തന്നെയാണ്. എങ്ങനെയാണ് നമ്മൾ ടോർക്കിൻ്റെ ഇക്വേഷൻ പഠിച്ചത്? ടോർക്ക് ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നല്ലേ? ടോർക്ക് പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പഠിച്ചിരുന്നു. അതേ രീതിയിലാണ് ഇവിടെ ഇക്വേഷൻ വരുന്നത്. എന്താണ്? ആംഗുലാർ മൊമെൻറ്റം ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് എൽ ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് linear momentum of the particle and the perpendicular distance of the particle from the axis of rotation. ഒരു ഒബ്ജക്റ്റ് റൊട്ടേഷണൽ മോഷനിൽ ഉണ്ടാകുന്ന സമയത്ത് ആ പാർട്ടിക്കിളിൻ്റെ ആംഗുലാർ മൊമെൻറ്റം, പാർട്ടിക്കിളിൻ്റെ ആംഗുലാർ മൊമെൻറ്റം, ഇപ്പോൾ ഇവിടെ ഉള്ള ഒരു പാർട്ടിക്കിളിൻ്റെ ആംഗുലാർ മൊമെൻറ്റം എന്താണെന്ന് ചോദിച്ചാൽ പ്രോഡക്റ്റ് ഓഫ് ലീനിയർ മൊമെൻറ്റം ഓഫ് ദ പാർട്ടിക്കിൾ. അപ്പോൾ അതിനൊരു ലീനിയർ മൊമെൻറ്റം ഉണ്ടാകും. ഒരു ഫാനിൻ്റെ ലീഫ് കറങ്ങുന്ന സമയത്ത് അതിൽ ഏതെങ്കിലും ഒരു ലീഫിലെ ഒരു പാർട്ടിക്കിളിനെ സങ്കല്പിക്കാം. ആ പാർട്ടിക്കിളിന് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കൊണ്ട് ലീനിയർ മൊമെൻറ്റവും ഉണ്ടാകും, അത് കറക്കമായതുകൊണ്ട് ആംഗുലാർ മൊമെൻറ്റം ഉണ്ടാകും. അപ്പോൾ ആ ആംഗുലാർ മൊമെൻറ്റം ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് ലീനിയർ മൊമെൻറ്റം ഓഫ് ദ പാർട്ടിക്കിൾ ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദ പാർട്ടിക്കിൾ ഫ്രം ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ് ടു ദ ഡയറക്ഷൻ ഓഫ് ദി മൊമെൻറ്റം. അഥവാ നേരത്തെ നമ്മൾ ടോർക്കിൻ്റെ ഇക്വേഷൻ പഠിച്ചത് ആർ ക്രോസ് എഫ് ആണെങ്കിൽ ഇവിടെ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ എൽ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് പി. അഥവാ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് അപ്പോൾ ആർ പി സൈൻ തീറ്റ. എന്താണ്? ടോർക്കിൻ്റെ ഇക്വേഷൻ ആർ ക്രോസ് എഫ് എന്ന് പഠിച്ചല്ലോ. ഇവിടെ ആംഗുലാർ മൊമെൻറ്റം ആർ ക്രോസ് പി. ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് linear momentum P and the perpendicular distance r sin theta. So r sin theta into P, rp sin theta അഥവാ r cross f. നേരത്തെ പറഞ്ഞ പോലെ തന്നെ തീറ്റ 90 ആണെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം മാക്സിമം ആയിരിക്കും. ഇഫ് തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി എൽ ഇസ് മാക്സിമം.
and if theta is equal to 0 degree or 180 degree, L angular momentum 0 ആയിരിക്കും. കാരണം തീറ്റ 0 ആകുമ്പോൾ സൈൻ 0 ആണ്, ആംഗുലാർ മൊമെൻറ്റം 0 ആണ്. നേരത്തെ നമ്മൾ ടോർക്കിൽ ഇത് ഡിസ്കസ് ചെയ്തിരുന്നു. അതേപോലെ തന്നെ തീറ്റ 90 ആണെങ്കിൽ സൈൻ 91 ആണ്. സൈൻ 91 ആണെങ്കിൽ നമുക്കറിയാം മാക്സിമം ടോർക്കാണ് കിട്ടുക, അഥവാ RP എന്ന് കിട്ടും. ഒരു റിവോൾവിംഗ് ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെൻറ്റത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കെമിസ്ട്രിയിൽ ബോർ പോസ്റ്റ്ലേറ്റ്സ് പഠിക്കുന്ന സമയത്ത് ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നു എന്ന് പഠിച്ചിട്ടുണ്ട്. അതോടൊപ്പം റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺസിന് ആംഗുലാർ മൊമെൻറ്റം ഉണ്ടെന്നും പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്ന സമയത്ത് ഇതാണ് അതിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഇങ്ങനെ കറങ്ങുന്ന വസ്തുവിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഇതാണ്. ഈ ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്ന് ഈ പാർട്ടിക്കിളിലേക്ക് അഥവാ ഇലക്ട്രോണിലേക്കുള്ള ഡിസ്റ്റൻസ് r ആണ്. ഇതാണ് ഇതിൻ്റെ ലീനിയർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ. നമുക്കറിയാം സർക്കുലാർ പാത്തിൽ പോകുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ ലീനിയർ വെലോസിറ്റി എപ്പോഴും അലോങ് ദി ടാൻജൻ്റ് ആണ്. ഒരു കല്ല് കയറിൽ കെട്ടി കറക്കുമ്പോൾ ആ കല്ല് ഓരോ പോയിന്റിലും അതിൻ്റെ വെലോസിറ്റി അവിടെ നിന്ന് അലോങ് ദി ടാൻജൻ്റ് ആണ്. ഇവിടെ എത്തിയാൽ ഇതിൻ്റെ വെലോസിറ്റി ഇങ്ങോട്ടാണ്, ഇവിടെ എത്തുമ്പോൾ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി ഇങ്ങോട്ടാണ്. അപ്പോൾ മൊമെൻറ്റവും അങ്ങോട്ടല്ല. വെലോസിറ്റി എങ്ങോട്ടാണോ അങ്ങോട്ട് തന്നെയാണല്ലോ മൊമെൻറ്റം. ചുരുക്കി പറഞ്ഞാൽ ഇത് ഒരു റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺ ആണെങ്കിൽ ഇതാണ് ഇതിൻ്റെ R, ഇതാണ് P. അപ്പോൾ ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ കേസിൽ RP സൈൻ തീറ്റ എന്നത് നമുക്ക് തീറ്റ 90 ആയതുകൊണ്ട് L is equal to RP എന്നാകും. P മൊമെൻറ്റം ലീനിയർ മൊമെൻറ്റം ആണ്, അതിന് MV എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇത് L is equal to MVR. റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെൻറ്റം കാണാൻ R ക്രോസ് P എന്ന ഇക്വേഷനിൽ നിന്ന് MVR കണ്ടാൽ മതി. നിങ്ങൾ ബോർ പോസ്റ്റ്ലേറ്റ്സിൽ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു NH/2π എന്ന് കെമിസ്ട്രി പഠിക്കുന്നുണ്ട്. അവിടെ മൊമെൻറ്റത്തിന് MVR ഈസ് ഈക്വൽ ടു ആംഗുലാർ മൊമെൻറ്റം MVR എന്ന് എഴുതും. MVR ഈസ് ഈക്വൽ ടു NH/2π എന്ന് പിന്നീട് എഴുതുന്നുണ്ട് കെമിസ്ട്രിയിൽ. അതേപോലെ ഫിസിക്സിൽ സെക്കൻഡ് ഇയറിലൊക്കെ ഇത് ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ സ്ഥാനത്ത് നമ്മൾ MVR എന്ന് എഴുതാം. ചുരുക്കി പറഞ്ഞാൽ നമ്മളിപ്പോൾ പഠിക്കുന്ന ടോപ്പിക്ക് ആംഗുലാർ മൊമെൻറ്റം. ആർക്കാണ് ആംഗുലാർ മൊമെൻറ്റം ഉണ്ടാകുക? കറങ്ങുന്ന വസ്തുവിന്, റൊട്ടേഷണൽ മോഷനുള്ള വസ്തുവിന് ആംഗുലാർ മൊമെൻറ്റം ഉണ്ടാകും. ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? R ക്രോസ് P, പ്രോഡക്റ്റ് ഓഫ് ലീനിയർ മൊമെൻറ്റം ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അഥവാ RP സൈൻ തീറ്റ. തീറ്റ 90 ആണെങ്കിൽ RP എന്ന് മാത്രം, അത് മാക്സിമം ആയിരിക്കും. അപ്പോൾ L ഈസ് ഈക്വൽ ടു MVR എന്ന് ലഭിക്കും. എനിവേ നമ്മൾ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ പഠിച്ചു. What is the expression for angular momentum? L is equal to R cross P, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് RP സൈൻ തീറ്റ. P എന്നത് നമ്മൾ ആംഗുലാർ മൊമെൻറ്റം പറയുന്ന പാർട്ടിക്കിളിൻ്റെ ലീനിയർ മൊമെൻറ്റം ആണ്. R എന്നത് ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് ആംഗുലാർ ലീനിയർ മൊമെൻറ്റത്തിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെൻറ്റം. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഒന്ന് ടോർക്കിൻ്റെ ഇക്വേഷൻ R ക്രോസ് F, അതേപോലെ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ R ക്രോസ് P, ഇതിൻ്റെയൊക്കെ മാഗ്നിറ്റ്യൂഡും ഒക്കെ അറിയാം. ഇനി റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെൻറ്റോ ആണ് അടുത്ത പഠിക്കാനുള്ളത്. എന്താണ് റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെൻറ്റം? ഇത് ഒരു ഡെറിവേഷനാണ്, വളരെ ചെറിയൊരു ഡെറിവേഷനാണ്. എക്സാമുകൾക്കൊക്കെ ചോദിക്കാറുള്ള ഒരു ഡെറിവേഷനാണ്. എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം, we know that L is equal to R cross P. L is equal to R cross P. നമ്മളിപ്പോൾ പഠിച്ചു വെച്ചിട്ടുള്ളൂ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ. L is equal to R cross P. ഈ ഇക്വേഷനിൽ നമ്മളിതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ്. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ നേരത്തെയൊക്കെ നമ്മൾ ഡിഫറൻഷിയേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ? dL/dt എന്നാവും ലെഫ്റ്റ് സൈഡ് ഈസ് ഈക്വൽ ടു d/dt ഓഫ്
ആർ ക്രോസ് പി, റൈറ്റ് സൈഡിൽ ആർ ക്രോസ് പി ആണ്. അപ്പോൾ ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ആർ ക്രോസ് പി. നമ്മളിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, ലെഫ്റ്റ് സൈഡിൽ ഡി ബൈ ഡി ടി ചെയ്തു, റൈറ്റ് സൈഡിലും ഡി ബൈ ഡി ടി ചെയ്തു, അത്ര ചെയ്തിട്ടുള്ളൂ. ഇനി ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഡിഫറൻഷിയേഷൻ രണ്ട് ടേമിനും കൊടുക്കണം. ഇവിടെ ഒരു പ്രത്യേകത, രണ്ട് ടേമും വേരിയബിളാണ്, ആറും വേരിയബിളാണ്, പിയും വേരിയബിളാണ്. നേരത്തെ നമ്മൾ ആംഗുലാർ മൊമെൻറ്റം പറയുമ്പോൾ ഒരു വസ്തുവിൽ ഇവിടെ ഒരു സെൻറ്റർ, ഇതാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ, ഇവിടെയുള്ള ഒരു വസ്തുവിനെ പറയുകയാണെങ്കിൽ ആറ് ഇത്രയാണ് മൊമെൻറ്റം നമുക്ക് പറയാൻ പറ്റും. വേറൊരു പാർട്ടിക്കിൾ ഇവിടെയാണെങ്കിൽ ആറിന് മാറ്റമുണ്ട്, അതിൻ്റെ മൊമെൻറ്റത്തിനും മാറ്റം ഉണ്ടായേക്കാം. അപ്പോൾ ആംഗുലാർ ആറും വേരിയബിളാണ്, പിയും വേരിയബിളാണ്. ഇതിന് ആറ് ഡിഫറൻ്റ് ആണ്, പി ഡിഫറൻ്റ് ആണ്, ഇതിന് ആറ് ഡിഫറൻ്റ് ആണ്, പി ഡിഫറൻ്റ് ആണ്. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റം എന്താണ്, ആറും വേരിയബിളാണ്, പിയും വേരിയബിളാണ്. രണ്ടും വേരിയബിൾ ആയതുകൊണ്ട് രണ്ടിനെയും നമ്മൾ ഡിഫറൻഷിയേഷൻ കൊടുക്കണം. അപ്പോൾ എന്താണ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. അതിന് നമ്മൾ പുതിയൊരു റൂളുണ്ട്. പുതിയ റൂൾ മീൻസ് നിങ്ങൾ പുതുതായിട്ട് പഠിക്കുന്ന റൂള്. ഒരു ഡിഫറൻഷിയേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൽ രണ്ട് ടേംസും വേരിയബിൾ ആണെങ്കിൽ, ഇപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് യു വി നമ്മൾ ചെയ്യുന്നു, ഡി ബൈ ഡി ടി ഓഫ് യു ഇൻറ്റു വി. അത് ചെയ്യുന്ന സമയത്ത് യുവും വേരിയബിളാണ്, വിയും വേരിയബിൾ ആണെങ്കിൽ എന്ത് ചെയ്യണം? നേരത്തെ നമ്മൾ ഡിഫറൻഷിയേഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറയാം. അപ്പോൾ എം ആർ എന്നതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ നമ്മൾ ചെയ്തത് ഡി ബൈ ഡി ടി ഓഫ് എം ആർ എങ്ങനെ ചെയ്തിരിക്കുന്നത് അറിയോ? എം ഇൻറ്റു ഡി ആർ ബൈ ഡി ടി എന്നാണ്. നമ്മൾ തൊട്ട് മുമ്പ് നേരത്തെ ചെയ്ത ചില ഡെറിവേഷൻസ് എടുത്ത് നോക്കിയാൽ കാണാം, അവിടെ ഉണ്ട് ഇങ്ങനെ എം ഇൻറ്റു ഡി ആർ ബൈ ഡി ടി. ഇവിടെ ഈ രണ്ട് ടേംസ് ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ പ്രത്യേകത എം എന്നത് കോൺസ്റ്റൻ്റ് ആണ്, ആറ് വേരിയബിൾ ആണ്. അപ്പം നമ്മൾ കോൺസ്റ്റൻ്റ് ആയ ടേമിനെ അവിടെ വെച്ചിട്ട് വേരിയബിൾ ആയതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. അവിടെ കൺഫ്യൂഷൻ ഇല്ല, ബുദ്ധിമുട്ടില്ല. കോൺസ്റ്റൻ്റ് ആയത് അവിടെ അങ്ങനെ ജസ്റ്റ് എഴുതിയാൽ മതി, വേരിയബിളിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ ഈ രണ്ട് ടേമും വേരിയബിൾ ആണെങ്കിൽ എന്താണ് റൂള്? രണ്ട് ടേമും വേരിയബിൾ ആണെങ്കിൽ നിങ്ങൾ മാത്തമാറ്റിക്സിൽ പഠിക്കുന്നുണ്ട് യു വി റൂൾ അല്ലെങ്കിൽ പ്രോഡക്റ്റ് റൂൾ എന്നൊക്കെ. എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ആദ്യത്തെ ടേമിൽ യു ജസ്റ്റ് എഴുതും, അവിടെ ഒന്നും ചെയ്യുന്നില്ല, യുവിനെ ഒന്നും ചെയ്യുന്നില്ല, യുന്ന് എഴുതും, ഇൻറ്റു വിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പോൾ എന്താ യു ഇൻറ്റു ഡി വി ബൈ ഡി ടി പ്ലസ് രണ്ടാമതൊരു ടേം. ആ ടേമിൽ നേരത്തെ ഡിഫറൻഷിയേഷൻ ചെയ്ത വിയെ ഇപ്പോൾ ജസ്റ്റ് വി എന്ന് എഴുതുന്നു, നേരത്തെ ചെയ്യാതിരുന്ന യുവിനെ ഇപ്പോൾ ഡിഫറൻഷിയേഷൻ ചെയ്യുന്നു. ജസ്റ്റിഫൈഡ്. രണ്ടാൾക്ക് ഇപ്പോൾ ഒരുപോലെ കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ ടേമിൽ യു ജസ്റ്റ് അവിടെ എഴുതി വിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. സെക്കൻഡ് ടേമിൽ വിയെ ഒന്നും ചെയ്യാതെ ജസ്റ്റ് അവിടെ എഴുതി ഇൻറ്റു ഡി യു ബൈ ഡി ടി. മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടും വേരിയബിൾ ആണെങ്കിൽ രണ്ട് ടേംസ് ഉണ്ട്. രണ്ട് ടേംസിൽ ഒന്നാമത്തെ ടേമിൽ യു ജസ്റ്റ് എഴുതുന്നു ഡി വി ബൈ ഡി ടി പ്ലസ് രണ്ടാമത്തെ ടേമിൽ വി അവിടെ ഒന്നും ചെയ്യേണ്ടതില്ല, വി എന്ന് എഴുതുന്നു ഇൻറ്റു ഡി യു ബൈ ഡി ടി. അങ്ങനെയാണെങ്കിൽ അതിവിടെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക നോക്കാം. ഫസ്റ്റ് ടേം നിങ്ങൾ നോക്കൂ, ആർ എഴുതി ക്രോസ് ഡി പി ബൈ ഡി ടി. ഫസ്റ്റ് ടേം ആർ ക്രോസ് ഡി പി ബൈ ഡി ടി. സെക്കൻഡ് ടേം എങ്ങനെയാണ്? അവിടെ വെച്ച് നോക്കിയാൽ വി ഇൻറ്റു ഡി യു ബൈ ഡി ടി അഥവാ പി ക്രോസ് ഡി ആർ ബൈ ഡി ടി എന്നാണ് നമ്മൾ അതേ രീതിയിൽ എഴുതുകയാണെങ്കിൽ കിട്ടുക. എങ്ങനെ? ആദ്യം പി എഴുതും, ക്രോസ് ഡി ആർ ബൈ ഡി ടി അല്ലേ? പക്ഷേ ഇത് തെറ്റാണ്, പറയാം. എന്താ നമ്മൾ ചെയ്തിരിക്കുന്നത്? ഫസ്റ്റ് ടേം യു ഇൻറ്റു ഡി വി ബൈ ഡി ടി എന്ന് എഴുതിയ പോലെ തന്നെ യു ഇൻറ്റു ഡി വി ബൈ ഡി ടി പ്ലസ് സെക്കൻഡ് ടേം വി ഇൻറ്റു ഡി യു ബൈ ഡി ടി എന്ന രീതിയിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു തെറ്റെന്താന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇത് വെക്റ്റർ പ്രോഡക്റ്റ് ആണ്. എ ക്രോസ് ബി എന്ന രീതിയിൽ ഇത് ക്രോസ് ആണ്, ഇൻറ്റു അല്ല, ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ അല്ല, ക്രോസ് ആണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഈ ഓർഡർ തെറ്റിക്കാൻ പാടില്ല. നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ എ ക്രോസ് ബി എഴുതേണ്ടത് പകരം ബി ക്രോസ് എ എന്ന് എഴുതാൻ പാടില്ല. കാരണം എ ക്രോസ് ബിയും ബി ക്രോസ് എയും ഈക്വൽ അല്ല. അതേപോലെ ആർ ക്രോസ് പിക്ക് പകരം പി ക്രോസ് ആർ എന്ന് എഴുതാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ ഓർഡറിൽ ഇവിടെ ഫസ്റ്റ് പിയും പിന്നെ ആറും വന്നല്ലോ, അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം എന്നറിയോ? ഡി ആർ ബൈ ഡി ടി ക്രോസ് പി, ഡി ആർ ബൈ ഡി ടി ക്രോസ് പി. ഇവിടെ നിങ്ങൾ നോക്കൂ, ഫസ്റ്റ് ടേമിൽ ആറിനെ ഒന്നും ചെയ്യാതെ വെച്ചു, പിയെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. സെക്കൻഡ് ടേമിൽ ആറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു, പി ജസ്റ്റ് എഴുതി. പിന്നെയോ ഓർഡർ തെറ്റിയിട്ടില്ല, ആദ്യം ആറ് പിന്നെ പി. ഇതിലും അങ്ങനെ തന്നെ, ആദ്യം ആറ് പിന്നെ പി, ആ ഓർഡർ തെറ്റിയിട്ടില്ല.
അപ്പോൾ ഇവിടെ ഓക്കെ ആയി. അപ്പോൾ ആ റൂളാണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ടേമിൽ ഒരു ടേമിനെ ജസ്റ്റ് വെച്ചു, മറ്റൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്തു. അടുത്ത ടേമിൽ കോൺസ്റ്റൻ്റ് ആക്കി വെച്ച ടേം വി ആണ്, യുവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. അതേപോലെ ഇവിടെ ആദ്യത്തെ ടേമിൽ ആറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തില്ല, പി എ ചെയ്തു. സെക്കൻഡ് ടേമിൽ ആറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു, പിന്നെ ഡിഫറൻഷ്യേഷൻ ചെയ്തില്ല. ഒരിക്കലും ഈ ഓർഡർ തെറ്റിക്കാൻ പാടില്ല. ഇവിടുത്തെ ഫസ്റ്റ് വെക്റ്റർ ആറാണ്, അതുകൊണ്ട് എപ്പോഴും ആറ് ആദ്യവും പിന്നെ പിയും. ഇവിടെ അങ്ങനെ തന്നെ ആറ് ആദ്യം പിന്നെ പി. ഇനി ഇവിടെ നമുക്ക് ചില സബ്സ്റ്റിറ്റ്യൂഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡെറിവേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻസ്? ഒന്ന്, അപ്പോൾ ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ആർ ക്രോസ് ഡി പി ബൈ ഡി ടി. എന്താണ് ഡി പി ബൈ ഡി ടി? നിങ്ങൾ ലോസ് ഓഫ് മോഷൻ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഡി പി ബൈ ഡി ടി എന്താ? ഡി പി ബൈ ഡി ടി ഒരു സെൻറ്റൻസ് ആക്കി പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം? നിങ്ങൾ ലോസ് ഓഫ് മോഷൻ ചാപ്റ്ററിൽ ഇപ്പോൾ 11th +1 പഠിച്ചിട്ടുണ്ട്, ഹൈസ്കൂൾ ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ട്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെൻറ്റം അത് ഫോഴ്സാണ്. ഡി പി ബൈ ഡി ടി, ഡി പി ബൈ ഡി ടി എന്താണ്? ഫോഴ്സാണ്. അപ്പോൾ ഇവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ഫോഴ്സ്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആണ്. സെക്കൻഡ് ലോ ഓഫ് മോഷൻ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ഫോഴ്സ്. അപ്പോൾ ഇവിടെ ഡി പി ബൈ ഡി ടി എന്ന സ്ഥാനത്ത് എഫ് എന്ന് കൊടുക്കാം. അപ്പോൾ നോക്കൂ, ആർ ക്രോസ് എഫ് എന്ന് എഴുതി. ഇവിടെ എന്താ മാറ്റം വരുത്തിയിരിക്കുന്നത്? ഡി പി ബൈ ഡി ടിക്ക് പകരം എഫ് എന്ന് കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് പ്ലസ് ഡി ആർ ബൈ ഡി ടി. ഡി ആർ ബൈ ഡി ടി എന്താണ്? നേരത്തെ നമ്മൾ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡി ആർ ബൈ ഡി ടി ചേഞ്ച് ഇൻ പൊസിഷൻ ബൈ ടൈം ആണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ ആണിത്. ഇത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഫോഴ്സ് ആണെന്ന് സെക്കൻഡ് ലോ പഠിച്ചിട്ടുണ്ട്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം അത് വെലോസിറ്റി ആണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഡി ആർ ബൈ ഡി ടിക്ക് വി എന്ന് കൊടുക്കാം, ക്രോസ്. പിന്നുള്ളത് പി ആണ്. പി എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം ആണ്. അപ്പോൾ പി ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ ഇവിടെ പി വരേണ്ട സ്ഥാനത്ത് മാസ് ഇൻറ്റു വെലോസിറ്റി. ഇനി നമുക്ക് രണ്ട് സ്റ്റെപ്പ് മാത്രമേ ബാക്കിയുള്ളൂ. എന്താണ്? ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എന്താണ്? ആർ ക്രോസ് എഫ്. ആർ ക്രോസ് എഫ് ടോർക്കാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ടോർക്ക് ആർ ക്രോസ് എഫ് ആണ്. അപ്പോൾ ഇവിടെ ആർ ക്രോസ് എഫിന് ടോർക്ക് എന്ന് എഴുതാം. പ്ലസ് എന്താണ്? വി ക്രോസ് വി. വി ക്രോസ് വി എന്താണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു വെക്ടർ അതേ വെക്ടറിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് ചെയ്യുകയാണെങ്കിൽ നേരത്തെ ഐ ക്രോസ് ഐ 0 ആണെന്ന് കിട്ടിയിട്ടുണ്ട്, ജെ ക്രോസ് ജെ 0 ആണെന്ന് കിട്ടിയിട്ടുണ്ട്, കെ ക്രോസ് കെ 0 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കിട്ടിയത്? ഐ ക്രോസ് ഐ കാണുമ്പോൾ 1 × സൈൻ 90 എന്നാണ്, സോറി സൈൻ 0 എന്നാണ് വരുന്നത്. ഐ സെയിം വെക്ടറാണ്. സെയിം വെക്ടർ ആകുമ്പോൾ തമ്മിലുള്ള ആംഗിൾ 0 ആണ്. ഇവിടെയും വി ക്രോസ് വി എന്ന് വരുമ്പോൾ രണ്ടും സെയിം വെക്ടറാണ്. സെയിം വെക്ടർ ആണെങ്കിൽ തമ്മിലുള്ള ആംഗിൾ 0 ആണ്. ആംഗിൾ 0 ആണെങ്കിൽ സൈൻ 0 ആണ്. അപ്പോൾ വി ക്രോസ് വി 0 ആണ്, ബിക്കോസ് തീറ്റ എന്താണ്? തീറ്റ 0 ആണ്. തീറ്റ 0 ആവുന്ന സമയത്ത് സൈൻ 0 ആണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ 0 എന്ന് ഈ ഭാഗത്തിന് ആൻസർ കിട്ടും, ബിക്കോസ് വി ക്രോസ് വി 0 ആണ്. അപ്പോൾ നമുക്ക് ബാക്കി ഉണ്ടാവുന്ന എന്താണ്? ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ടോർക്ക്. ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെൻറ്റം. ടോർക്കും ടോയും ആംഗുലാർ മൊമെൻറ്റ് എല്ലും തമ്മിലുള്ള റിലേഷൻ എന്താ? ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ടോർക്ക്. നിങ്ങൾ ഈ ഇക്വേഷൻ നോക്കൂ. ഈ ഇക്വേഷന് ഓൾമോസ്റ്റ് സമാനമായൊരു ഇക്വേഷനാണിത്. വാട്ട് ഈസ് എൽ? ആംഗുലാർ മൊമെൻറ്റം. ഇവിടെ പി എന്താണ്? പി ലീനിയർ മൊമെൻറ്റം. ഇവിടെ എന്താണ്? ടോർക്ക്. പകരം ഇവിടെ എന്താണ്? ഫോഴ്സ്. ഇത് സെക്കൻഡ് ലോ ഫോർ ട്രാൻസ്ലേഷൻ മോഷനാണ്, അഥവാ ലീനിയർ മോഷൻ. ലീനിയർ മോഷൻ്റെ സെക്കൻഡ് ലോ ആണിത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ഫോഴ്സ്. ഇതെന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ടോർക്ക്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റം, എൽ എന്ന് പറഞ്ഞാൽ ആംഗുലാർ മൊമെൻറ്റം ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ടോർക്ക്. അപ്പോൾ ഇത്
സെക്കൻഡ് ലോ ഫോർ റൊട്ടേഷൻ ആണ്. ഇതെന്താണ്? സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഫോർ റൊട്ടേഷൻ ആണ്. റൊട്ടേഷണൽ മോഷൻ്റെ സെക്കൻഡ് ലോ ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ടോർക്ക്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ടോർക്ക്. ഇതെന്തായിരുന്നു? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ഫോഴ്സ്. അതിന് പകരമായ ഇക്വേഷൻ ആണിത്. ഇത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ഫോഴ്സ്. ഇത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ടോർക്ക്. അതിന് പകരമുള്ള ഇക്വേഷൻ ആണിത്. ഞാൻ പറഞ്ഞല്ലോ ഈ ചാപ്റ്ററിൽ നമ്മൾ എല്ലാത്തിനും പകരം ഇക്വേഷൻസും പകരം ടേംസ് ഒക്കെ ഉണ്ട്. അവിടെ ലീനിയർ ട്രാൻസ്ലേഷൻ മോഷനിൽ ലീനിയർ മൊമെൻറ്റം, റൊട്ടേഷണൽ മോഷനിൽ ആംഗുലാർ മൊമെൻറ്റം, ട്രാൻസ്ലേഷൻ മോഷൻ അഥവാ ലീനിയർ മോഷനിൽ ഫോഴ്സ്, റൊട്ടേഷണൽ മോഷനിൽ ടോർക്ക്, ലീനിയർ മോഷനിൽ ലീനിയർ വെലോസിറ്റി വി, റൊട്ടേഷൻ മോഷനിൽ ആംഗുലാർ വെലോസിറ്റി ഒമേഗ. അങ്ങനെ നമ്മൾ ലീനിയർ മോഷൻ പഠിച്ച ടേംസിനൊക്കെ പകരമായിട്ട് ഇവിടെ റൊട്ടേഷണൽ മോഷനിൽ അതിന് പകരം ടേംസും പകരം ഇക്വേഷൻസും പകരം ലോസ് ഒക്കെ വരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, ഇത് സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആണ്. നിങ്ങൾ ലോസ് ഓഫ് മോഷൻ ചാപ്റ്ററിൽ പഠിച്ചതാണ്. എന്താണത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ഫോഴ്സ് എന്ന് കിട്ടിയ സ്ഥാനത്ത് ഇവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ടോർക്ക്. So, what is the relation between torque and angular momentum? എന്താണ് ഇക്വേഷൻ? അതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ടോർക്ക് അഥവാ dl/dt ഈസ് ഈക്വൽ ടു ടോ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെൻറ്റം എന്ന ടോപ്പിക്കാണ്. നമ്മൾ ഈ ഇക്വേഷനാണ് ഫൈനലി ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് എത്തിയതിൻ്റെ സ്റ്റെപ്സ് ആണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ഒന്നുകൂടെ ഞാൻ പെട്ടെന്നൊന്ന് റിപ്പീറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ L is equal to R cross P എന്ന ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ അടിസ്ഥാനപരമായ ബേസിക്കായ നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ L is equal to R cross P, അത് നമ്മൾ പഠിച്ചു വെക്കണം. L is equal to R cross P. ആ ഇക്വേഷൻ നമ്മൾ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരു d/dt വരും. d/dt അഥവാ ഡിഫറൻഷിയേഷൻ. അപ്പോൾ d/dt ഓഫ് L is equal to d/dt ഓഫ് R cross P. ഇനിയോ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മാറ്റമൊന്നും വരുത്തുന്നില്ല, നമ്മളിങ്ങനെ ഇക്വേഷൻ ഇട്ട് പോവാണ്. dl/dt ഈസ് ഈക്വൽ. റൈറ്റ് സൈഡിൽ ഇവിടെ അപ്ലൈ ചെയ്തത് എന്താണെന്ന് ഞാൻ അവിടെ റൂൾ കാണിച്ചിട്ടുണ്ട്. ഇതാണ് റൂൾ അല്ലേ? ഏതാണ് റൂൾ? ഈ റൂളാണ് ഇവിടെ അപ്ലൈ ചെയ്തത്. എന്താ ഇവിടെ ഈ സ്റ്റെപ്പിൽ ഇവിടെ ഈ കേസിൽ എന്താണ് റൂൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്? UV റൂൾ അല്ലെങ്കിൽ പ്രോഡക്റ്റ് റൂൾ. അപ്പോൾ ആദ്യം രണ്ട് ടേം ഉണ്ട്. ആദ്യത്തെ ടേമിൽ ആറിനെ ഡിഫറൻഷിയേഷൻ ചെയ്തില്ല, ക്രോസ് പിനെ ഡിഫറൻഷിയേഷൻ ചെയ്തു. നെക്സ്റ്റ് ടേമിൽ ആറിനെ ഡിഫറൻഷിയേഷൻ ചെയ്തു, പിനെ ഡിഫറൻഷിയേഷൻ ചെയ്തില്ല. ഇവിടെ ഓർഡർ തെറ്റിക്കരുത്, ഫസ്റ്റ് ആറും പിന്നെ പിയും ആയിരിക്കണം, നേരത്തെ പറഞ്ഞിരുന്നു. ഇനി ചില സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ്. മുമ്പേ പഠിച്ച ചില സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തി. 4 സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തി അല്ലേ? 3 എന്തൊക്കെയാണ്? ഒന്ന് ഇത് dp/dt എന്ത് കൊടുത്തു? F. dp/dt ഈസ് ഈക്വൽ ടു F. അത് സെക്കൻഡ് ലോ ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം, ലീനിയർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ഫോഴ്സ്. അപ്പോൾ ഇത് R cross F എന്നായി. R cross F. പിന്നെയോ dr/dt അത് V ആണ്. കാരണം dr/dt എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പൊസിഷൻ ബൈ ടൈമാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ അത് ടൈമാണ്. അപ്പോൾ അതിന് വെലോസിറ്റി എന്ന് കൊടുത്തു. നെക്സ്റ്റ് പിക്ക് പകരം മാസിൻ്റെ വെലോസിറ്റി എന്ന് കൊടുത്തു, m/v. അപ്പോൾ ഇത്രയും സബ്സ്റ്റിറ്റ്യൂഷൻസ് അവിടെ റൈറ്റ് സൈഡിൽ നമ്മൾ എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതെന്ന്. അതിനുശേഷം വീണ്ടും സബ്സ്റ്റിറ്റ്യൂഷൻ R cross F, ടോർക്കാണ് R cross F. അപ്പോൾ ഇത് ടോർക്കായി. R cross F ടോർക്ക്. ഇവിടെയോ പിക്ക് മാസിൻ്റെ വെലോസിറ്റി എന്ന് കൊടുത്തിരുന്നല്ലോ. അപ്പോൾ V cross V 0 ആണ്, അതുകൊണ്ട് 0 ആയി. അപ്പോൾ dl/dt ഈസ് ഈക്വൽ ടു ടോർക്ക്. ദിസ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെൻറ്റം. അപ്പോൾ എന്താണ് ടോർക്കും ആംഗുലാർ മൊമെൻറ്റവും തമ്മിലുള്ള റിലേഷൻ? dl/dt ഈസ് ഈക്വൽ ടു ടോർക്ക്. dl/dt ഈസ് ഈക്വൽ ടു ടോർക്ക്. അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആക്കി പറയുകയാണെങ്കിൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ടോർക്ക്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ടോർക്ക്. ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെൻറ്റം. ഈ ഇക്വേഷനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം കൂടെ ഡിസ്കസ് ചെയ്യാൻ പറ്റും. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം? നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം പഠിച്ചിട്ടുണ്ട്. ലോസ് ഓഫ് മോഷൻ ചാപ്റ്ററിൽ നിങ്ങൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം പഠിച്ചിട്ടുണ്ട്. ഹൈസ്കൂൾ ക്ലാസ്സിൽ മലയാളം മീഡിയം പഠിച്ചവരാണെങ്കിൽ അവിടെയും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മലയാള മീഡിയത്തിൽ ആക്ക സംരക്ഷണ നിയമം എന്ന് പഠിച്ചിട്ടുണ്ട്. മൊമെൻറ്റം കൺസേർവ് ചെയ്യുന്ന ലോ ഓഫ്
കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം? നിങ്ങൾ ലീനിയർ മോഷനിൽ പഠിച്ചത് ഓർമ്മ ഉണ്ടോ? എന്താണ്? ദ ടോട്ടൽ മൊമെൻറ്റം ഓഫ് എ സിസ്റ്റം ഈസ് സീറോ. ദ മൊമെൻറ്റം ഓഫ് എ സിസ്റ്റം ഈസ് സീറോ ഇഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ഇസ് സീറോ. അല്ലെങ്കിൽ ഫോർ എൻ ഐസോലേറ്റഡ് സിസ്റ്റം ദ ടോട്ടൽ മൊമെൻറ്റം ഈസ് സീറോ. ഇതാണ് നിങ്ങൾ പഠിച്ച എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. ഇവിടെ പുതുതായിട്ട് പഠിക്കുന്നത് എന്താണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ലീനിയർ മോഷനിൽ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പഠിച്ചിട്ടുണ്ട്. ഞാൻ റൈറ്റ് സൈഡിൽ ആദ്യം നിങ്ങൾ മുമ്പേ പഠിച്ച ലോസ് ഓഫ് മോഷൻ ചാപ്റ്ററിൽ പഠിച്ച ലീനിയർ മോഷനിലെ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ജസ്റ്റ് ഒന്ന് എഴുതുകയാണ്. എന്താണെന്നറിയോ? നിങ്ങൾ സെക്കൻഡ് ലോയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. എന്താണ് സെക്കൻഡ് ലോ എന്ന് പഠിച്ചത്? സെക്കൻഡ് ലോയിൽ നിന്ന് നിങ്ങൾ പഠിച്ചത് എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. ഇത് പഠിച്ചിട്ടുണ്ട്. ഇതാണ് സെക്കൻഡ് ലോ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ഫോഴ്സ്. തൊട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ഫോഴ്സ്. ഇതിൽ ഇഫ് എഫ് ഇസ് ഈക്വൽ ടു സീറോ, എഫ് സീറോ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഡി പി ബൈ ഡി ടി സീറോ എന്നാണല്ലോ. ഡി പി ബൈ ഡി ടി സീറോ. എന്താ ഡി പി ബൈ ഡി ടി സീറോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിയിലെ ചേഞ്ച്, ഡി എന്ന് പറഞ്ഞാൽ ചേഞ്ചാണ്. അപ്പോൾ പിയിലെ ചേഞ്ച്, മൊമെൻറ്റത്തിലെ ചേഞ്ച് സീറോ. അഥവാ ടൈമിനനുസരിച്ച് മൊമെൻറ്റം ചേഞ്ച് സീറോ ആണ്, അഥവാ മൊമെൻറ്റം ചേഞ്ച് ചെയ്യുന്നില്ല. ഡി പി ബൈ ഡി ടി സീറോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ടൈമിനനുസരിച്ച് മൊമെൻറ്റത്തിലെ ചേഞ്ച് സീറോ, അഥവാ ടൈമിനനുസരിച്ച് മൊമെൻറ്റം ചേഞ്ച് ചെയ്യുന്നില്ല. ടൈമിനനുസരിച്ച് മൊമെൻറ്റം ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മൊമെൻറ്റം ഈസ് കോൺസ്റ്റൻറ്റ്. പി ഈസ് കോൺസ്റ്റൻറ്റ്. പി ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പം ഞാനിവിടെ അണ്ടർലൈൻ ചെയ്ത ഈ രണ്ട് കാര്യം ഒന്ന് ചേർത്ത് വായിച്ചു നോക്ക്. എന്താണ്? If the external force is zero, the linear momentum remain constant. ഇതാണ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. ഇത് നിങ്ങൾ ലോസ് ഓഫ് മോഷൻ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഇത് ലീനിയർ മൊമെൻറ്റത്തിൻ്റെ കേസാണ്. നമ്മളിപ്പോൾ പഠിക്കുന്നത് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ കേസാണ്. അപ്പോൾ ഇവിടെ എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം? ഇഫ് ദി എക്സ്റ്റേണൽ ടോർക്ക് on a system is zero, the angular momentum constant. Angular momentum constant. ഇതേ രീതിയിൽ ഇത് ലീനിയർ മോഷൻ. ഇതാണ് ലീനിയർ മോഷൻ നമ്മൾ പഠിച്ചത്. ഇഫ് ദി എക്സ്റ്റേണൽ ഫോഴ്സ് ഇസ് സീറോ, ലീനിയർ മൊമെൻറ്റം കോൺസ്റ്റന്റ്. ഇവിടെയോ ഇഫ് ദി എക്സ്റ്റേണൽ ടോർക്ക് ഇസ് സീറോ, ആംഗുലാർ മൊമെൻറ്റം കോൺസ്റ്റന്റ്. അതിന് പകരമുള്ളതാണ്. അവിടെ ഫോഴ്സ്, ഇവിടെ ടോർക്ക്. അവിടെ ലീനിയർ മൊമെൻറ്റം, ഇവിടെ ആംഗുലാർ മൊമെൻറ്റം. നമുക്ക് ഇതേപോലെ ഇക്വേഷൻ വഴി ഇത് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? ഈ ഇക്വേഷന് പകരമായിട്ട് നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ? അവിടെ എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി എന്നാണെങ്കിൽ ഇവിടെ നമ്മൾ പഠിച്ചെന്താ? റൊട്ടേഷൻ മോഷനിൽ പഠിച്ചെന്താ? ടോർക്ക് ഇസ് ഈക്വൽ, തൊട്ടുമുമ്പ് പഠിച്ചില്ലേ റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെൻറ്റം. ടോ ഈസ് ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി. ടോർക്ക് ഇസ് ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി. തൊട്ട് നമ്മൾ ഡിറൈവ് ചെയ്ത് എന്താണ്? റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെൻറ്റം. അപ്പോൾ അതേ രീതിയിൽ ഇതാണ് ടോ, അവിടെ എഫ്, ഡി എൽ ബൈ ഡി ടി, അവിടെ ഡി പി ബൈ ഡി ടി. ഇനി നെക്സ്റ്റ് ഈഫ് അവിടെ എഫ് ഇസ് ഈക്വൽ ടു സീറോ. അപ്പോൾ ഇവിടെ എന്താണ്? ഈഫ് ടോർക്ക് ഈക്വൽ ടു സീറോ, അഥവാ എക്സ്റ്റേണൽ ടോർക്ക് ഇസ് സീറോ. ഇഫ് ദി എക്സ്റ്റേണൽ ടോർക്ക് ഓൺ എ സിസ്റ്റം ഇസ് സീറോ. അതാണിത്. ഇഫ് ടോ ഈക്വൽ ടു സീറോ. ടോ സീറോ ആണെങ്കിൽ ഡി പി ബൈ ഡി ടി സീറോ ആയതുപോലെ ഡി എൽ ബൈ ഡി ടി സീറോ. ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൽ ഇസ് കോൺസ്റ്റന്റ്. അവിടെ അണ്ടർലൈൻ ചെയ്ത കാര്യങ്ങൾ ചേർത്ത് വായിക്കാൻ ഞാൻ പറഞ്ഞു. ഇവിടെ അതേപോലെ if the external torque on a system is zero, the angular momentum remain constant. If the external torque on a system is zero, the angular momentum remain constant. ഇതാണ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. ഇത് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. എന്താണ്? if the external force on a system is zero, the linear momentum remain
കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇത് നിങ്ങൾ ലോസ് ഓഫ് മോഷൻ ചാപ്റ്ററിൽ പഠിച്ചതാണ്. എന്ത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. നമ്മളിപ്പോൾ പുതുതായിട്ട് പഠിച്ചിരിക്കുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. ഞാനിവിടെ ലീനിയർ മൊമെൻറ്റത്തിൻ്റെ കൺസർവേഷൻ പറഞ്ഞത് കമ്പയർ ചെയ്ത് പഠിക്കാൻ വേണ്ടിയാണ്. അതേ രീതിയിലാണ് ഇവിടെയും സ്റ്റെപ്സും സ്റ്റേറ്റ്മെൻറ്റും ഇക്വേഷനും ഒക്കെ വരുന്നത്. അതുകൊണ്ട് എന്താണ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം? ഇഫ് ദി എക്സ്റ്റേണൽ ടോർക്ക് ഓൺ എ സിസ്റ്റം ഇസ് 0, ദി ആംഗുലാർ മൊമെൻറ്റം റിമെയിൻ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് പ്രധാനമായി ഇപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്നത്? ഒന്ന് നമുക്ക് നോക്കാം. എന്താണ്? ഒന്ന്, ടോർക്ക് എന്താണ്? എന്താണ് ടോർക്കിൻ്റെ ഇക്വേഷൻ? നിങ്ങൾക്കിപ്പോൾ ഓർമ്മിക്കാൻ കഴിയുമല്ലോ. എന്താണ് ടോർക്കിൻ്റെ ഇക്വേഷൻ? ടോർക്ക് ഈസ് ഈക്വൽ ടു എന്താണ് ടോർക്കിൻ്റെ ഇക്വേഷൻ? ആർ ക്രോസ് എഫ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താ? ടോ ഈസ് ഈക്വൽ ടു ആർ എഫ് സൈൻ തീറ്റ. ഇതിൽ 3 ഫാക്ടേഴ്സ്, ഡിപ്പെൻഡിങ് ഫാക്ടേഴ്സ് ആർ എഫ് തീറ്റ ആണെന്നറിയാം. അതേപോലെ തീറ്റ മാറുന്നതിനനുസരിച്ച് ടോർക്ക് മാറുന്നത്. തീറ്റ 90 ആണെങ്കിൽ ടോർക്ക് ആർ എഫ് മാത്രം, തീറ്റ 0 180 ആണെങ്കിൽ ടോർക്ക് 0 ആകും. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. പിന്നെ ആംഗുലാർ മൊമെൻറ്റം എൽ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് പി. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എൽ ഇസ് ഈക്വൽ ടു ആർ പി സൈൻ തീറ്റ. ഡിപ്പെൻഡിങ് ഫാക്ടേഴ്സ് ആർ, പി ആൻഡ് തീറ്റ. തീറ്റ മാറുന്നതിനനുസരിച്ച് എൽ എങ്ങനെ മാറുന്നു? നമുക്ക് നേരത്തെ ടോർക്കിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ആംഗുലാർ മൊമെൻറ്റവും മാറും. ഇനി റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെൻറ്റം എന്താണ്? ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ടോർക്ക് എന്ന ഇക്വേഷൻ പഠിച്ചു. റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെൻറ്റം. ഇപ്പോൾ അവസാനമായിട്ട് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം പഠിച്ചു. എന്താണ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം? ഇഫ് ദി എക്സ്റ്റേണൽ ടോർക്ക് ഇസ് 0, ആംഗുലാർ മൊമെൻറ്റം റിമെയിൻ കോൺസ്റ്റൻറ്റ്. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് ആംഗുലാർ മൊമെൻറ്റം കൺസർവേഷൻ. ഇഫ് ദി എക്സ്റ്റേണൽ ടോർക്ക് ഇസ് 0, ആംഗുലാർ മൊമെൻറ്റം ഇസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോൾ നമ്മൾ അവസാനമായി പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. ടോർക്കിൻ്റെ ഇക്വേഷൻ ആർ ക്രോസ് എഫ്, ആർ എഫ് സൈൻ തീറ്റ. ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ ആർ ക്രോസ് പി, ആർ പി സൈൻ തീറ്റ. റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെൻറ്റം ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ടോർക്ക്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ടോർക്ക്. ഇത് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. ഇഫ് ദി എക്സ്റ്റേണൽ ടോർക്ക് ഓൺ എ സിസ്റ്റം ഈസ് 0, ദി ആംഗുലാർ മൊമെൻറ്റം ഓഫ് ദ സിസ്റ്റം റിമെയിൻ കോൺസ്റ്റൻറ്റ്. ഇതാണ് ഈ ഭാഗത്ത്